നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ജൂലൈ 7 മുതൽ 13 വരെ തൊഴിൽ മേഖലയിലും വ്യക്തിജീവിതത്തിലും ഓരോ കൂറുകാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്നറിയാൻ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലം മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. മേടം. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മേടം രാശിക്കാർ മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്ത് ഉല്ലാസത്തോടെ സമയം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കും. മുൻ നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ ആഡംബര വസ്തുക്കൾക്കോ വേണ്ടി പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. യാത്രകൾക്ക് അവസരമുണ്ട്. ആഴ്ചയുടെ മധ്യത്തിൽ സഹോദരങ്ങളോ പിതാവോ തമ്മിൽ ചില വിഷയങ്ങളിൽ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ജോലി സംബന്ധിച്ച ആശയക്കുഴപ്പം ഉണ്ടാകും. പ്രണയകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിടുക്കം ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട്. ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച സമയം നിയന്ത്രിക്കേണ്ടി വരും. കൂടാതെ നിങ്ങളുടെ ദിനചര്യ പോസിറ്റീവായി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പോക്കറ്റിനനുസരിച്ച് മാത്രം ചിലവഴിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നേക്കാം. ബിസിനസ്സിലോ ഏതെങ്കിലും പദ്ധതിയിലോ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങളുടെ അഭ്യുതകാംക്ഷയുമായുള്ള അഭിപ്രായം സ്വീകരിക്കുക. ആഴ്ചയുടെ മധ്യത്തിൽ ചില പ്രത്യേക ജോലികളിൽ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. പ്രണയ കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പര ചർച്ചയിലൂടെ തെറ്റിദ്ധാരണകൾ നീക്കുന്നത് നന്നായിരിക്കും. ആഴ്ച അവസാനം നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനം രാശിക്കാർക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ ആഴ്ച അവസാനമുണ്ടാകും. ബാക്കിയായ ജോലികൾ സുഹൃത്തിൻ്റെ സഹായത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും. പ്രണയ പങ്കാളിയോടുള്ള തെറ്റിദ്ധാരണകളും തർക്കങ്ങളും അവസാനിക്കും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. പുതിയ വസ്തു ക്രയവിക്രയത്തിന് പദ്ധതി തയ്യാറാക്കും. തൊഴിൽപരമായും ബിസിനസ്സിലും പുതിയ അവസരങ്ങൾ വന്നുചേരും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ആസൂത്രണത്തോടെ പ്രവർത്തിക്കുന്നത് നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആഴ്ചയുടെ അവസാനം പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുമായി തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ശാന്തമായ മനസ്സോടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുക. കർക്കിടകം രാശിക്കാർക്ക് ജോലിസ്ഥലത്ത് കീഴുദ്യോഗസ്ഥരിൽ നിന്ന് പൂർണ്ണ സഹകരണം ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. ബന്ധുക്കൾ നിങ്ങളുടെ പ്രണയം അംഗീകരിക്കുവാനും പ്രണയബന്ധം വിവാഹമായി മാറുവാനും സാധ്യതയുണ്ട്. ജോലിയിൽ നിങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. സാമൂഹിക മാന്യത വർദ്ധിക്കും. സ്ത്രീകൾ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് മതപരമായ പ്രവർത്തനങ്ങളിലായിരിക്കും. വാരാന്ത്യത്തിൽ ആഡംബരങ്ങൾക്കായി കൂടുതൽ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുക. ചിന്താപൂർവം ആർക്കെങ്കിലും പണം കടം കൊടുക്കുക. അല്ലാത്ത പക്ഷം പണം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. വാഹന കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ചിങ്ങം രാശിക്കാർ ഈ ആഴ്ച സ്വപ്നങ്ങളുടെ ലോകത്ത് നിന്ന് പുറത്തു വന്ന് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ച് ജീവിക്കുക. ഭാഗ്യത്തെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ ആശ്രയിക്കരുത്. നിരന്തര പ്രയത്നത്തിലൂടെ മാത്രം വിജയം കൈവരിക്കുക. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. പരീക്ഷാ മത്സരത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പരിശ്രമം വിജയിക്കും. ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒരുപാട് തവണ ആലോചിക്കുക. ആഴ്ചയുടെ മധ്യത്തിൽ ഒരു ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച മിതമായ ഫലമാണ് കാണുന്നത്. ചില അജ്ഞാത ഭയം നിങ്ങളെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മനസ്സിൽ ബാധിച്ചേക്കാം. ജോലിസ്ഥലത്ത് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ദീർഘദൂരമോ ചെറുതോ ആയ യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം.
രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾ ചിന്താപൂർവം മാത്രം കാര്യങ്ങൾ ചെയ്യുക. അല്ലാത്ത പക്ഷം നന്നായി ആസൂത്രണം ചെയ്ത ഒരു കാര്യം പോലും തെറ്റായി പോവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. തീരുമാനം വിവേകത്തോടെ എടുക്കുക. ആഴ്ചയുടെ മധ്യത്തിൽ ഏതെങ്കിലും പ്രത്യേക ജോലികൾക്കോ സ്ഥാപനങ്ങൾ വാങ്ങുന്നതിനോ അമിതമായ ചിലവുകൾ ഉണ്ടാകാം. ഈ കാലയളവിൽ കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണ വളരെ കുറവായിരിക്കും. ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ പ്രണയ പങ്കാളിയുടെ വികാരങ്ങൾ അവഗണിക്കരുത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. തുലാം, കുടുംബത്തിൽ സഹോദരങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് മുതിർന്ന ആളുകളിൽ നിന്നുള്ള ഉപദേശം തേടുക. ആഴ്ചയുടെ അവസാനം അനാവശ്യ ചിലവുകൾ മൂലം അല്പം വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. ജോലിയിലും ബിസിനസ്സിലും ഏത് തീരുമാനവും ശ്രദ്ധാപൂർവം മാത്രം എടുക്കുക. വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധിക്കുന്ന ആഴ്ചയാണ്. ജോലി സ്ഥലത്ത് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. ജോലിക്കാർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ സമയം അനുകൂലമാണ്. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകും. ഭൂമി, കെട്ടിടം, വാഹനം തുടങ്ങിയവ വാങ്ങാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ലഭിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ സഹോദരങ്ങളിൽ നിന്ന് സഹകരണക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യത്തിലും തിരക്ക് കൂട്ടാതെ ചെയ്യുക. ആഴ്ചയുടെ അവസാനത്തോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്താൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ആകും. കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനമുള്ള വ്യക്തിയെ കാണുവാൻ സാധിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുവാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകേണ്ടതായി വന്നേക്കാം. ജീവിതത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അനുകൂല സമയമാണ്. മകരം, ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുമെന്നും എന്നാൽ മധ്യത്തിൽ സാഹചര്യങ്ങളുമായി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നും രാശിഫലം പറയുന്നു. പൂർവികരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് മുതിർന്നവരിൽ നിന്നുള്ള ഉപദേശം പാലിക്കുക. ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ സഹപ്രവർത്തകരുമായി മികച്ച ഏകോപനം നിലനിർത്തേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഏത് വലിയ തീരുമാനവും ശ്രദ്ധാപൂർവം മാത്രം എടുക്കുക. ആഴ്ചയുടെ അവസാനം വീട്ടിലെ പ്രായമായ ഒരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നതാണ്. ഭൗതിക സുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചിലവുകൾ കൂടും. സ്നേഹബന്ധങ്ങളിൽ പരസ്പര സന്തോഷവും സഹകരണവും ഉണ്ടാകും. ജീവിതത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. കുംഭം രാശിക്കാർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനമുണ്ടാക്കും. ഇത് ഭാവിയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ എളുപ്പമാക്കും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിന്തുണ പ്രധാനപ്പെട്ടതാണ്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരും. പ്രണയബന്ധങ്ങളിൽ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാകരുത്. അല്ലാത്ത പക്ഷം മൂന്നാമതൊരാൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാഹചര്യം ഉണ്ടാകും. ആഴ്ചയുടെ അവസാനം കുടുംബവുമൊത്ത് യാത്രകൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ലക്ഷ്യം നേടാൻ പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ്. മീനം, ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന വാരമാണിത്. ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുവാൻ സാധ്യതയുണ്ട്. ചില മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമായിരിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റാരോടും പറയാതിരിക്കുക. പങ്കാളിയോട് സത്യസന്ധത പുലർത്തുക. അല്ലാത്ത പക്ഷം സമൂഹത്തിൽ നിന്ന് അപമാനം നേരിടേണ്ടി വന്നേക്കാം. പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്
മതപരമായ പ്രവർത്തനങ്ങൾക്കായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ജ്യോതിഷപരമായ സംശയങ്ങൾ, ജാതകം, മുഹൂർത്തം, വിവാഹപ്പൊരുത്തം, കവടി പ്രശ്നം, പരിഹാര കർമ്മങ്ങൾ തുടങ്ങിയ സേവനങ്ങൾക്കായി ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.